ഓ ഗൈസ്, ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള മൂന്നാമത്തെ വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് പറയുന്നത് ദേവരായന ദുർഗ എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ട്. എന്താ ഒരു ചെറിയൊരു അമ്പലവും ചെറിയൊരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുന്നിന് മുകളിലുള്ളൊരു അമ്പലമാണ് അവിടെ ഉള്ളത്. മെയിൻ അട്രാക്ഷൻ DD ഹിൽസ് എന്നാണ് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു വൺ ഡേ റൈഡിനൊക്കെ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് DD ഹിൽസ്. സമയം രാവിലെ 7:45. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്നിപ്പം ഞങ്ങൾ 3 പേരുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഇലക്ട്രോണിക് സിറ്റി സൈഡിലാണ്. ഇവിടുന്ന് നമ്മൾ നൈസ് റോഡ് കയറണം. നൈസ് റോഡിൽ നിന്ന് തുംകൂർ റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ടോൾ ഗേറ്റിൻ്റെ അവിടെ ചോദിക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ നൈസ് റോഡിൽ ബൈക്കിനൊക്കെ ടോളുണ്ട്. അപ്പം നമ്മൾ ആ പോകുന്ന റൂട്ടിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ ടോൾ എടുക്കേണ്ടത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 101 കിലോമീറ്ററാണ് DD ഹിൽസിലേക്കുള്ളത്. അണ്ണാ DD ഹിൽസ് 80 തുംകൂർ റോഡ്. സോ നമ്മൾ ടോൾ അടിച്ചു. തുംകൂർ റോഡാണ് നമുക്ക് പോകേണ്ട റൂട്ട്. അപ്പോൾ ആ റൂട്ടിലോട്ട് ടോൾ എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ പണി കിട്ടും. എന്താ വെച്ചാൽ തുംകൂർ റോഡ് നമുക്ക് ചിലപ്പോൾ എക്സിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ എൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് നേരം നല്ല കിഡിലർ റോഡാണ് കേട്ടോ. ഈ റോഡ് ചിലപ്പോൾ നമ്മുടെ സ്റ്റെല്ലാസിൻ്റെ വീഡിയോയിലൂടെ ചിലക്കെങ്കിലും പരിചിതമായിരിക്കും. ഇത് നൈസ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റോഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസ് എന്നാണ്. ഇതൊരു പ്രൈവറ്റൈസ്ഡ് ടോൾ റോഡാണ്. അതായത് ബാംഗ്ലൂർ മൈസൂർ റോഡിനെ കണക്ട് ചെയ്യാനുള്ള ഒരു 4 ലൈൻ ഹൈവേ ആണിത്. ഇത് ശരിക്കും ബാംഗ്ലൂരിൻ്റെ ഔട്ടറാണ്. പക്ഷേ ഇവിടെ ബൈക്കിനും ടോളുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ റൈഡിനൊക്കെ ഈ റൂട്ടിൽ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പീഡ് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 80 കിലോമീറ്ററാണ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാ ബ്രിഡ്ജിൻ്റെ ഒരുവിധം ബ്രിഡ്ജിൻ്റെ ഒക്കെ കീഴിൽ അവർ സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഓവർ സ്പീഡിങ് ഒന്നും നടക്കത്തില്ല. നടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പോലീസ് ചെക്കിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ ഇൻ്റർസെപ്റ്ററോ അതുപോലെ നാട്ടിലെ ഇൻ്റർസെപ്റ്റർ പോലെ വണ്ടിയായിട്ടിട്ട് സ്പീഡ് ഗണ്ണൊക്കെ ആയിട്ട് പോലീസുകാർ ഇരിപ്പുണ്ടായിരിക്കും, MVD ഉദ്യോഗസ്ഥർ. നമ്മുടെ സ്ട്രെല്ലാസാൻ്റെ സ്വൈര്യവിഹാര കേന്ദ്രമാണിത്. പറയാൻ പറ്റത്തില്ല. ഇനി പുള്ളിക്കാരൻ ഇന്ന് വല്ല റൈഡിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. എന്താണല്ലോ നമ്മൾ പോകുന്ന ദൂരത്തിനിടയ്ക്ക് പുള്ളി വല്ല വണ്ടിയുടെ റിവ്യൂവിനോ അല്ലെങ്കിൽ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ നോക്കാം. XUV 700 പോകുന്നുണ്ടല്ലോ. 2 സൈഡിലും ഈ യൂക്കാലിപ്സ് മരങ്ങളും. ഇവിടെ വരുമ്പോൾ ഒരു ഊട്ടിക്ക് പോയൊരു ഫീലാണ്. ആ യൂക്കാലിപ്സിൻ്റെ സ്മെല്ലും പിന്നെ തണുപ്പൊക്കെ ഉണ്ട് ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിർത്തിയാണ് എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഞങ്ങളങ്ങനെ ഇവിടെ നിർത്തി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു.
ഇനി നമുക്ക് പയ്യെ പോവാം. മറ്റേ വണ്ടിയിൽ പെട്രോൾ കുറവെന്നാണ് പറഞ്ഞത്. ഒരു കഴിയുന്നിടം വരെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ റൂട്ടിൽ പെട്രോൾ പങ്കും ഇല്ല, ഒന്നുമില്ല. നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പം തുംകൂർ റോഡിൽ നമുക്ക് ഈ ഹൈവേയിലോട്ട് കയറാമെന്നായിരുന്നു. നമ്മൾ ആ ടോള് മിസ് ചെയ്തു. ഞാൻ സർവീസ് റോഡ് വഴി പോകുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 8-10 കിലോമീറ്ററോളം കുറഞ്ഞത് സർവീസ് റോഡ് വഴി യാത്ര ചെയ്തത്. അതായത് ടൗണിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ. ഇപ്പോഴാണ് നമുക്ക് ഹൈവേയിലേക്കുള്ളൊരു എൻട്രി കിട്ടിയത്. ഇതെന്തോ നെലമംഗല തുംകൂർ ടോൾ റോഡ് എന്ന് പറഞ്ഞാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. എനിക്കത് ഇത് തന്നെ എന്തോന്ന് പൂനെക്കുള്ള റോഡും. അപ്പോൾ നമ്മളിനി അടുത്ത കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറാനാണ് പ്ലാൻ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മൊത്തം റൈഡേഴ്സ് ആണല്ലോ. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോട്ടൽ റാഗി റൊട്ടി. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയെടുത്ത് കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 1-2 പേരെ പരിചയപ്പെട്ടു. അവരെല്ലാവരും തന്നെ DD ഹിൽസിലേക്കുള്ളതാണ്. എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു 100 കിലോമീറ്റേഴ്സിനുള്ളിൽ കുറേയധികം സ്ഥലങ്ങളുണ്ട്. നമുക്ക് വൺ ഡേ റൈഡിങ്, ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പൂനെ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഇപ്പോൾ ഡെബസ്പേട്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞാൻ കറക്റ്റായിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വണ്ടി ഓടിക്കാനിടയ്ക്ക് വായിച്ചെടുത്തതാണ്. അപ്പോൾ ഡെബസ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് അവിടുന്ന് മധുഗിരി റോഡിൽ ഏകദേശം 21 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് DD ഹിൽസിലേക്കുള്ളത്. തനി ഉൾനാടൻ പ്രദേശമാണ് കേട്ടോ. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. സ്ട്രെയിറ്റ് റോഡ്. ഏകദേശം നമ്മുടെ നന്ദി ഹിൽസൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിൻ്റെ വേറൊരു പതിപ്പ്. നമ്മളിപ്പോൾ നേരെ കാണുന്ന ഏതോ ഒരു മലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങാം. ദേവരായന ദുർഗ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഏകദേശം 8 കിലോമീറ്ററാണ് അവിടേക്കുള്ളത്. ഇതേതാ സ്ഥലം എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടുത്തെ പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ. നമ്മളേതൊരു ചെറിയൊരു ടൗൺ കഴിഞ്ഞു. അപ്പം ഇനി ഇവിടുന്ന് 5 കിലോമീറ്ററാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ബോർഡുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടയ്ക്ക് പണി തന്നാലും സ്ഥലത്തെത്താൻ പറ്റും. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഇവിടുന്ന് കുറച്ച് ചെറിയ വളവും തിരിവുകളൊക്കെ ഉള്ള റോഡുകളാണ്. ഇവിടെ എന്തോ ചെക്ക് ഡാം പോലെ എന്തോ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. വെള്ളക്കെട്ടൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്.
ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട്. അപ്പം നമ്മളിനി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഈ ഒരു സ്പോട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ പയ്യെ മേളിലോട്ട് പോകണം. 5 കിലോമീറ്ററേ ഉള്ളൂ. തൽക്കാലം മേളിൽ പോയിട്ട് ബാക്കിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ അധികം റൈഡേഴ്സ് ഉണ്ട്. 1-2 കേരള രജിസ്ട്രേഷൻ വണ്ടികളും കണ്ടായിരുന്നു. ഇത് ചെറിയൊരു ഫോറസ്റ്റാണ്. അവിടെ കരടി ക്രോസിങ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്നാൽ കരടി അതുപോലുള്ള മൃഗങ്ങളൊക്കെ കാണത്തുള്ളൂ. കുറുക്കൻ, ചെന്നായ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്. ഇവിടെ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ്, സ്ട്രൈറ്റ് പോകുന്ന തുംകൂർ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ. മേളിൽ ചെന്നാൽ നല്ലൊരു വ്യൂ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യൂ പോലെ തോന്നുന്നുണ്ട്. സ്ട്രൈറ്റാ? ഓക്കെ. ഒരു ബൈക്കിന് 10 രൂപ. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിനി നേരെ ഈ മലയുടെ മുകളിലോട്ട്. ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ രാംനഗര, കനകപുര, പിന്നെ ഈ തുംകൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു ഭൂപ്രദേശമാണ്. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറക്കെട്ടുകൾ, ഈ കാടിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വലിയ വലിയ പാറകൾ കാണാം. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി മൊത്തം ഹെയർ പിൻ റോഡാണ് കേട്ടോ. ആ മേളിൽ കാണുന്നതാണ് കേട്ടോ അമ്പലം. സ്ട്രൈറ്റ് അമ്പലം അവിടെ. അതൊക്കെ തിരിച്ചു വന്നിട്ട് അവിടെ പോവാം. ഓ ഗൈസ്, ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല മോനെ. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. പബ്ലിക് നോ എൻട്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊരു വഴി കാണുന്നുണ്ട്. ഇതിൽ പോകാവോടെ? അല്ല, പോലീസ് കേസും വരുമോ? ഒരു കാര്യം ഞങ്ങൾക്ക് അവിടെ പോകാലോ. ഓക്കെ, നമുക്ക് അപ്പോൾ തൽക്കാലം താഴോട്ട് പോയി നിൽക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ വ്യൂ കിട്ടുമെന്ന് നോക്കാം.
ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. ആ മേളിൽ കാണുന്നതാണ് അമ്പലം. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി. ഞാൻ ജസ്റ്റ് അമ്പലത്തിനകത്തേക്ക് ഒന്ന് കയറി. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് ഞാൻ അകത്തെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ മേളിലോട്ട് കയറുന്ന വീഡിയോസും പിന്നെ ഇറങ്ങി വരുമ്പോഴൊക്കെ കണ്ട് വ്യൂ ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ പയ്യെ താഴോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് അടിക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. എന്തായാലും നല്ലൊരു റൈഡായിരുന്നു കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു 1 ഡേ റൈഡൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. 1 ഡേ പോലും വേണ്ട. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെത്താം. അതുപോലെ പ്ലാൻ ചെയ്യാവുന്നൊരു റൈഡാണ്. ഒരു കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ചു. ഇനി അടുത്ത ലഞ്ച് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ബാംഗ്ലൂർ. കാരണം നമ്മൾ തിരിച്ച് വീണ്ടും ഹൈവേയിലെത്തി. ബാംഗ്ലൂർക്ക് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. ഇന്നെന്താണെന്ന് അറിയില്ല, റോഡിൻ്റെ 2 സൈഡും ഫുള്ള് പോലീസാണ്. എനിക്ക് തോന്നുന്നത് ഏതോ VIP പാസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കണം. എല്ലാ ഒരു 1 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പിലും പോലീസുണ്ട്. ഹൊസൂർ റോഡ്. അങ്ങനെ തിരിച്ചു പോകുന്നതിൻ്റെ ടോളും നമ്മൾ എടുത്തു. 80 രൂപയാണ് കേട്ടോ 1 സൈഡ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ചെന്നിട്ട് ക്യാമറയൊക്കെ എടുത്ത് വെക്കണം. ഇന്നത്തെ നമ്മുടെ റൈഡ് വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. മഴ പെയ്യുന്നുണ്ട്. ഇനി ക്യാമറ എടുത്ത് വെച്ചില്ലേ ചിലപ്പോൾ ക്യാമറയ്ക്കിട്ട് പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.